ദിവസം പോലും അറിയത്തില്ല. ഒരു ഫോൺ കൈ വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചയാണോ ആരാധന ഉണ്ടോ ഒന്നും അറിയണ്ട. ഈ ഫോൺ എടുത്ത് കളയാ. എന്റെ പൊന്നെ എന്തോരം കാര്യങ്ങൾ ഈ ഫോണിനകത്ത് നീ നിന്റെ പണ്ട് പോയി അങ്ങോട്ട് സമയമായി 8 മണിയാകുമ്പോ ആരാധന തുടങ്ങത്തില്ലയോ? എടി എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് എനിക്ക് മേലെ വരാൻ ഇന്ന് ഞാൻ സൺഡേ ഞാൻ വരുന്നില്ല. ആരാധനയ്ക്ക് പോകണം. ഞായറാഴ്ച 8 മണിയാകുമ്പോ ആരാധന തുടങ്ങും. ആരാധനയ്ക്ക് ചെന്നില്ലെങ്കിൽ എന്റെ ഞാൻ ഇന്ന് വരുന്നില്ലെന്ന് എനിക്ക് വയ്യെന്ന് എനിക്ക് കൊറേ ജോലി അല്ലാതെ ഉള്ളതാ. എന്നോട് എന്തോ ആൾക്കാർ എന്നെ വിളിക്കുമെന്ന് അറിയാം. പ്രാർത്ഥനയ്ക്ക് പോകാൻ മാത്രം സമയമില്ല. ഫോണിൽ കുത്തിയിരിക്കാൻ പിന്നെ ഫോണും കൊണ്ട് ബാത്റൂമിൽ പോയി 500 ഉളവിരിക്കും. ആരാധനയ്ക്ക് വരാൻ സമയമില്ല. ജോലിക്ക് പോകാൻ സമയമുണ്ട്. ഇതെന്ത് നീ എന്തിനാ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുകയാണ്? ഈ വീഡിയോ കണ്ടു ഞാനൊന്നും കാണാറില്ല. പ്രാർത്ഥനക്കാരിയാന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കണ്ടോണ്ട് പറഞ്ഞു എന്ത് കുഴപ്പമങ്ങോട്ട്. ഇതൊന്നും കാണാൻ ദൈവം ഇതൊന്നും അനുവദിക്കത്തില്ല. ഇങ്ങനെയുള്ള സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ പോകാൻ എനിക്ക് വേണോ? എന്റെ കേക്ക് ഇതിൽ എന്തോരം ദൈവദാസന്മാരുടെ പ്രസംഗം ശുശ്രൂഷ എന്തോരം കൊണ്ടോട്ടെന്ന് അറിയാവോ? ഈ യൂട്യൂബിലൊക്കെ എന്തോരം ഉണ്ട്. അതൊക്കെ കണ്ട് വീട്ടിലിരുന്ന് ആയാലും പ്രാർത്ഥിച്ചാലും ദൈവം ഇതെല്ലാം കേൾക്കും. ദൈവത്തിന് എന്താ ചെവിയില്ലേ? എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും കേട്ടൂടെ? ദൈവത്തിന് ചെവിയൊക്കെ ഉണ്ട്. പക്ഷെ ഞായറാഴ്ച ആരാധന സമയത്ത് സഭയിൽ ചേരണം. എന്റെ ഞാൻ ഈ കൊച്ചുകൾ കാലത്തൊക്കെ എഴുന്നേറ്റ് ഒന്നാമത് ആ മാസം കയറി വന്നപ്പോൾ 8 മണി കൊണ്ട് ആരാധന വെച്ച് രാവിലെ പല്ലേക്കാൻ പോലും സമയമില്ല, കുളിക്കാൻ സമയമില്ല. വേഗം നിറങ്ങും നമ്മോട് പറഞ്ഞോണ്ടിരിക്കും. 8 മണിയാകുമ്പോ കല്യാണത്തിന് പോണം, അച്ഛനോട് ടൂർ പോണം. അച്ഛൻ 8 മണിയാകുമ്പോ പോകത്തില്ലയോ? അത് പിന്നെ അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളല്ലേ, അതൊക്കെ മാറ്റി ആരാധന. എനിക്ക് പുള്ളിയുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുള്ളിയോടെ ഓരോ വചനം പറഞ്ഞോണ്ട് എന്റെ അടുത്ത് വരും. അവിടെ പോയത് ഇവിടെ പോയത് അത് ഇത് എന്നും പറഞ്ഞിട്ട് എന്റെ അന്നത്തെ മൂടങ്ങ്. പിന്നെ ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ എനിക്ക് വേല. പോരാത്തതിന് പെണ്ണുങ്ങളെല്ലാം കൂടി കയറി നമ്മോട് കയ്യടി ആരാധന എന്തോ ചെറുതലകത്തില്ല. പുസ്തകത്തിനെങ്കിലും ഒന്ന് ഉറങ്ങാന്ന് കരുതുമ്പോ അപ്പോഴും തുടങ്ങും. എനിക്ക് നീ എന്നെ വിളിക്കല്ലേ, നീ ഒരു കാര്യം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. നീ ഇന്നത്തെ പ്രസംഗത്തിന്റെ മെസ്സേജ് പാസ്റ്ററോട് പറയും ഫോണിൽ ഒന്ന് റെക്കോർഡ് ഫോണിൽ റെക്കോർഡ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാല് സൗകര്യം പോലെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ രാത്രി കിടക്കാൻ നേരത്തെ ഇരുന്ന് കണ്ടോണ്ട് കിടക്കാം. അതാവുമ്പോ സുഖമായിട്ട് ഉറങ്ങാം. ഒരു കാര്യത്തിന് നമസ്കരിക്കുക. നിനക്കൊക്കെ വീടിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ കിടന്നോടുകയൊക്കെ ചെയ്യുന്നത്. ഒരു കാര്യം എനിക്കൊരു സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം പറയാം. നീ എന്ത് സമ്മതിക്കുമെന്ന് ആർക്കറിയാം. ഹലോ പാസ്റ്ററെ, പ്രൈസിലോ ഞാന് പ്രൈസിലോ പാസ്റ്ററെ. പിന്നെ പാസ്റ്റർ എനിക്കാണെങ്കിൽ ഇന്ന് സഭായോഗത്തിന് വരാൻ എനിക്ക് മേല കേട്ടോ. എന്താ വിഷയം എന്ന് വെച്ചാൽ എനിക്കന്ന് ഭയങ്കര കാലിലൊരു മുഖക്കുരു വന്നത് പോലെ. സത്യം പറഞ്ഞാൽ പാസ്റ്ററെ എനിക്ക് പാസ്റ്ററിന്റെ പ്രസംഗമോ ആരാധന ശുശ്രൂഷയൊക്കെ കാണാതിരിക്കാൻ മേല. എന്നാലും കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ പ്രസംഗിച്ച ആ ഒരു വാക്യമൊക്കെ ഇല്ലയോ? ഏത് വാക്യം? യേശു കർത്താവിന്റെ ഒരുപാട് വാക്യങ്ങളൊക്കെ പാസ്റ്റർ എന്നും പ്രസംഗിക്കുന്നേക്കല്ലേ. എന്റെ നെഞ്ചിലോട്ട് അങ്ങ് തറച്ചു ഞാൻ ചിന്തിക്കും പാസ്റ്റർ എന്നോടപ്പെടും.
പക്ഷെ വരാൻ ഇന്ന് എനിക്ക് ഒട്ടും ഒന്നും വേണ്ട. കാലിന് തീരെ വയ്യോ. പറയുമ്പോ കാലിങ്ങനെ കോച്ചി പിടിക്കുക. ശരി പാസ്റ്റർ, എന്നാ ഞാൻ അങ്ങ് വെച്ചേക്കുവാ. ഇത്രയേ ഉള്ളു കാര്യം. സിമ്പിൾ. എന്നാ ഞങ്ങൾ ആരാധനയ്ക്ക് പോകും. നീ എന്തെങ്കിലും കഴിക്കാൻ വല്ലതും ഉണ്ടാക്കിയിട്ട് പോലേ അറിയത്തില്ലയോ? എന്തുവാ? ഞായറാഴ്ച ഇവിടെ എല്ലാരും ഉപവാസം. എനിക്ക് ഗ്യാസാണ്. ഗ്യാസാണ് എനിക്ക് ഗ്യാസോളാ. നീ ഫുഡ് വല്ലതും ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ അങ്ങനെയെങ്കിലും ഉപവാസം അല്ല. അച്ഛാനി കസാല ഇരുന്നു അന്നാലെങ്കിലും ദൈവത്തിന് വിശക്ക് പോകുമ്പോഴെങ്കിലും ദൈവത്തെ വിളിക്കുമല്ലോ. അപ്പൊ അച്ഛാനി ഇവിടെ ഞാൻ പോയിച്ചോട്ടെ. ഞാൻ ആരാധന പണി തരുവാണോ? അല്ലെങ്കിൽ ഞാൻ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്ത് മന്തി വാങ്ങിക്കും കേട്ടോ. ഒരു കാര്യം പറഞ്ഞ കേൾക്കത്തില്ല. വീട്ടിലിരുന്ന് ഒരു 2 മണിക്കൂർ ചേരുമ്പോൾ ഉറങ്ങി മന്തിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങാനും ഇരുന്ന് പ്രാർത്ഥിക്കും. ഭൂമിയിലായിരുന്നപ്പോഴേ ഇതൊക്കെ തന്നെ ഞങ്ങൾ കുറെ ചെയ്തിട്ടുള്ളൂ. നിങ്ങളെയൊക്കെ ഒരുപാട് അറിവ് ഞങ്ങൾക്കുണ്ട് കേട്ടോ. ഞങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്ത് എപ്പോഴും അതായിരുന്നു. ഇനി ഇവിടെ വന്നിട്ട് അതൊക്കെ ചെയ്തതാണ്. എന്റെ കുളക്കിലി ഒരു രസം പറഞ്ഞ് ഇങ്ങോട്ട് വന്നേ. ഞാൻ കയറി വരുന്നേരത്തുണ്ടല്ലോ അവിടെയാണ് ഭയങ്കര ലൈറ്റും തീയും മിന്നുന്ന ലൈറ്റൊക്കെ നീല മഞ്ഞ ഭയങ്കര സൗകര്യം. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇങ്ങോട്ടൊന്നും വന്നത് ഞാനിവിടെ കുറച്ച് നിൽക്കട്ടില്ല. ഞാൻ സ്വർഗത്തിലൊന്നും നിൽക്കട്ടില്ല. എന്റെ പോലെ നീ ഇങ്ങോട്ട് പോവാൻ ഒരു കാര്യം അതൊരു കാര്യം ഞാനൊന്ന് നോക്കി വെച്ച് അപ്പൊ പറയാം. എല്ലാ സൗകര്യം ഉണ്ട്. കാറോ ബൈക്കോ വീടോ എല്ലാം വേണ്ടേ, എല്ലാം തരാം. ഞാനേ എന്റെ ലൂസിയേട്ടാ ഞാൻ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ ഭൂമിയിലായിരുന്നപ്പോഴേ ഭൂമിയിലുള്ള അവരൊക്കെ ഉണ്ടല്ലോ അവിടെ ആരാധന നടത്തിയിരുന്നത്. അപ്പൊ ആ പാസ്റ്റർമാരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര തീയും പുകയും ഭയങ്കര വെറും തോണ എല്ലാം കള്ളത്തരം തന്നെ. നിങ്ങളെ ആരും ഈ സുഖ സൗകര്യത്തിൽ വരാതിരിക്കാൻ വേണ്ടി അവര് നുണ പറഞ്ഞുണ്ടാക്കുന്നത്. വെറുതെ അല്ല. മാസ്റ്റർമാരൊക്കെ നാഴിക്ക് 40 വട്ടം പറയും നരകത്തിൽ പോകുന്നതിനേക്കാൾ
മക്കളെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രസംഗമൊക്കെയാ. കണ്ടിട്ട് തോന്നുന്നുണ്ടോ? നരകമായിട്ട് തോന്നുന്നുണ്ടോ? ഭൂമി പോലെ തന്നെ തോന്നില്ല. ഭൂമിയുടെ വേർഷനായിട്ട് തോന്നില്ലേ? ഇവിടെ സുഖമാണ്. ഇവിടെ എല്ലാം അപ്ഡേറ്റഡ് ആണ്. ഇന്ന് വേണമെങ്കിൽ ഐഫോൺ തരാം, നാളെ സാംസങ് തരാം, 2 നില വീട്, 3 നില വീട്, ഫ്ലാറ്റ്, എന്താ വേണ്ടത് ജോൺ? എല്ലാം തരാം. കുഞ്ഞു ലൂസിയേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതെങ്ങാനും ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിലുണ്ടല്ലോ, എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, ജോൺ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയ യൂട്യൂബ് ചാനലുമായിട്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നിട്ട് ഇതൊക്കെ അറിഞ്ഞായിരുന്നെങ്കിൽ വന്നാ എല്ലാരും കൊണ്ടുവരുന്നത് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഞാനിങ്ങനെ ജോണിന്റെ ഒരാളെ ഇവിടെ എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ ജോണിയുടെ ഹെഡ് ആക്കിയാലോ? ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ തരുന്നതിന് എന്താ അഭിപ്രായം? ഞാൻ ആ വീഡിയോ ഒക്കെ ആൾക്കാരൊക്കെ കാണിച്ചു കൊടുത്ത് ഇവിടെ സത്യാവസ്ഥ അറിയിച്ചു കൊടുക്കായിരുന്നു. ഞാൻ ജോൺ കുറച്ച് ടാസ്ക് ആണ്. കുറച്ച് പേരെ ഇവിടെ പള്ളിയിലുള്ള മെയിൻ ആൾക്കാർ, പാസ്റ്റർ, സെക്രട്ടറി, മെയിൻ വിശ്വാസികൾ, വർഷിപ്പേഴ്സ്, അവരൊക്കെ കൊണ്ടുവരാം. അതൊന്നും ഇത്ര വലിയ സൗകര്യം വേണ്ട. ഫൗണ്ടേഷൻ ഉള്ള വീട് കൊടുക്കാം. ജോൺ ഞാൻ 2 നില തരാം. ദാഹിക്കുന്നുണ്ടോ? അതാക്കിയുണ്ട്. സാധാരണ ഇവിടെ വരൂ. ജോൺ അതിൽ കുടിക്കാൻ കൊടുക്കൂ. എന്താ വേണ്ടത്? എന്തൊക്കെയുണ്ട്? എന്തൊക്കെയുള്ളത്? ഫലൂഡ, ഐസ്ക്രീം ഫലൂഡ ഉണ്ടോ? ഏത് ഫ്ലേവറാണ്? സ്ട്രോബെറി ആയിക്കോട്ടെ. വേണമെങ്കിൽ 2 സ്കൂപ്പ് വെച്ചോ. ലഞ്ച് എന്താ വേണ്ടത്? ലഞ്ചും ഉണ്ടോ? എന്തൊക്കെയുണ്ട് പറ. എന്നാ ജോണിന് ഒരു ഫലൂഡയും 2 അൽഫാം മന്തി എടുക്കാം. പക്ഷെ സമയം എടുക്കും പ്രിപ്പയർ ചെയ്യാൻ. സ്പൈസി ആയിക്കോട്ടെ കേട്ടോ. എനിക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെ പറ ജോൺ എന്തൊക്കെയുണ്ട്? ജോൺ ഇങ്ങനെ ഇവിടെ വന്ന് കൂടാനില്ല. എന്താ സംഭവിച്ചാലേ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഇവിടെ സ്ഥലമെല്ലാം കണ്ടിട്ട് ഞാൻ ആകെ അമ്പലം നിന്നു. അപ്പൊ ഞങ്ങളുടെ സഭയിൽ ഒരു വിശ്വാസം പോള് ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ അവരെ എനിക്കറിയാം. എല്ലാവരും എനിക്കറിയാം. അല്ല പോളുണ്ടല്ലോ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ അവിടെ ഭയങ്കര വേറൊരു പാട്ടും ഇതും നടക്കുന്നതാണ് ഞങ്ങൾ കണ്ടായിരുന്നോ. അയാൾ അവിടെ നിന്ന് അങ്ങേര് പറയുന്നത് സ്വർഗമാണെന്നൊക്കെ. അപ്പൊ അവരടിക്കുന്നൊരു പുള്ളിയല്ലേ? അതങ്ങനെ എല്ലാവരും അങ്ങോട്ട് വരയ്ക്കാൻ വേണ്ടി നിൽക്കുക രാവിലെ വരുന്നത്. അപ്പൊ അവൻ അങ്ങോട്ട് കേറിപ്പോ ഞാനൊരു കാര്യം ചെയ്യട്ടെ ചേട്ടാ, ഞാൻ പോയി അവനെ കൂടെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരാം. വേഗം ഞാൻ കടലാസിനെ ഫ്രൈ ചെയ്ത് വെച്ചേക്കാൻ വരാം. ഇപ്പൊ വരും, ഇപ്പൊ വരും, ഇപ്പൊ വരും. എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ചൊന്നും അപ്പുറത്ത് പോയില്ലായിരുന്നു. അവിടെ സത്യം പറഞ്ഞ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലായിരുന്നു. എന്റെ പൊന്നെ, അവിടെ ഡീജെ പാർട്ടിയൊക്കെ നടക്കുന്നതറിയോ? അവിടെ ഭാവിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഞാൻ ഒരെണ്ണം കൊള്ളും കൂടെ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അയ്യോ അത് ജോണിയാണ് നരകമാ. എന്റെ പോലെ ഞാൻ കാര്യം പറയട്ടെ, അവിടെ ഉള്ളവർ നമ്മുടെ ഭൂമിയിലുള്ള നമ്മുടെ സഭയിലുള്ളവരെക്കാളും നല്ല ഭയങ്കര സ്നേഹമുള്ളവരാണ്. അയ്യോ അല്ലാതെ നരകമോ നമ്മളെ കള്ളന്മാരാ, കള്ളന്മാരാണ്. എന്റെ പോലെ അത് അങ്ങ് പറ്റിക്കുവാ. പോകരുത്, വാ വാ വാ. എനിക്കൊന്നും വേണ്ട. ഞാൻ അങ്ങോട്ട് പോവാ. അവര് മന്തിയൊക്കെ തരും. ഞാൻ പോകും. ആ പൊട്ടൻ ജോൺ മന്തി അരമണിക്കൂറായി പോയിട്ട്. അവന് ആ സ്വർഗത്തിലോട്ടൊന്നും പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചപ്പോ കീറി പോയി. ഞാൻ പറഞ്ഞില്ലേ മോളെ കൊണ്ട് വരാമെന്ന്. ഞാൻ ഒത്തിരി വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞ നിങ്ങൾ ഇവിടെ എനിക്ക് വേണ്ടി ബാബിക്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് ഫലൂഡ ആയിട്ടുണ്ടോ? നിനക്ക് വേണ്ടത് ഞാൻ മോളെ കൊണ്ട് പറയല്ലേ?
പൊയ്കയത്രേ. ക്ഷുദ്രക്കാർ, ബിംബാനദികൾ എന്നിവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയത്രേ. ഞാൻ സ്വപ്നത്തിലായിരുന്നോ? പ്രാർത്ഥനയ്ക്ക് പോണം കേട്ടോ. പ്രാർത്ഥനയ്ക്ക് പോയില്ലെങ്കിൽ നരകത്തിൽ എന്തുകൊണ്ടറിയാമോ? തീ ഓട്ടം ദേവദാസന്മാര് പറഞ്ഞ അതുപോലെ കേട്ടില്ലുണ്ടല്ലോ. എന്റെ രക്ഷയില്ല. ഭർത്താവിനെ വിളിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ ജീവിച്ചില്ലെങ്കിൽ ഒരു കാലത്തും പോതില്ല. എന്റെ ഫോൺ എനിക്ക് വേണം വേണ്ട എനിക്ക് ഫോൺ തൊട്ടോ വേഗം പഠിച്ചോട്ടോ. അയ്യോ എന്റെ ദൈവമേ എനിക്ക് വേല. ഞാൻ മനസ്സിലാക്കപ്പെട്ടോളാം കർത്താവേ. എനിക്ക് വേല, എനിക്ക് വേല. സ്വർഗത്തിലും എനിക്ക് അവസാനം വേണം കർത്താവേ. ദൈവമേ എന്റെ പേര് വെട്ടിക്കളയല്ലേ കർത്താവേ. എന്റെ പേര് വെട്ടിക്കളയല്ലേ. ദേവദാസനെ വിളിക്കട്ടെ. ഹലോ. ഹലോ പാസ്റ്ററെ. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. എന്താ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനായിട്ട് ഞാൻ വിളിച്ചായിരുന്നേ. പാസ്റ്റർ ഇത് ഫ്രീ ആണെങ്കിൽ നമുക്ക് ഇന്ന് സുവിശേഷത്തിനൊക്കെ ഒന്ന് ഇറങ്ങാം. വൈകിട്ടാവുമ്പോഴേ സുവിശേഷത്തിനൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ പോയി ഒന്ന് അവിടെ ആരാധിച്ചും പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? നമ്മുടെ സഭയുടെ വളർച്ച നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? പിന്നെ അതെ ചെയ്യാം പാസ്റ്റർ ചെയ്യാം. ഞാൻ മുന്നേ എടുത്ത് ഞാൻ ഇറങ്ങുന്നുണ്ട്. പിന്നെ നമ്മുടെ സഭയിലോട്ട് ഞാൻ ഒരു നല്ലൊരു സ്പീക്കർ ഞാൻ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ല ബിസിനസിന്റെ ദൈവം കഴിഞ്ഞല്ലേ ഉള്ളൂ. ബാക്കിയില്ല. ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുമ്പോ ദൈവം നമുക്ക് ഇരട്ടി തരുമല്ലോ. അതെ അതെ ആണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു. ഒത്തിരി നാൾ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇനി ദൈവത്തെ അനുസരിച്ച് ഞാൻ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പാസ്റ്റർ. എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം പാസ്റ്റർ. ഞാൻ ഉടനെ തന്നെ ഞങ്ങളുടെ ഭവനവുമായിട്ട് ഇരുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയൊക്കെ വെക്കുന്നുണ്ട്. എനിക്ക് ദൈവം എന്നോട് ഇടപെട്ടു പാസ്റ്റർ. ദൈവം എന്നോട് ഇടപെട്ടു. അതല്ലാതെ എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാസ്റ്ററിനോടും കൂടെ പറയണം. എല്ലാ കാര്യങ്ങളും പാസ്റ്റർ ചെയ്തോണേ. അപ്പൊ വൈകിട്ട് കാണാം. നമുക്ക് പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോ കാണാം. ഓ ശരി പാസ്റ്ററെ. ശരി ദൈവമേ ഞാൻ സന്ദർഭപ്പെട്ടു. പെട്ടണമല്ലോ. പെട്ടാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുള്ളൂ. കർത്താവേ നമുക്ക് ഇപ്പൊ തന്നെ മുട്ടു മടക്കി ഇരുന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ നമുക്ക് ഒരിക്കലും രക്ഷയില്ല. പ്രാർത്ഥിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമായി ദൈവത്തിന് പ്രസാദമുള്ള യാഗവുമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം എങ്ങനെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. ദൈവമേ ഇന്ത്യക്കാരന്മാരുടെയൊക്കെ ഒരു വരി ബംഗാളികളൊക്കെ ആണോ വീഡിയോ ഒക്കെ അമ്മമാരെടുക്കും. പ്രാർത്ഥനയ്ക്ക് പോകണ്ടായോ? അങ്ങനെയോ? ഇന്ന് ആരാധനയ്ക്ക് പോകണമെന്ന് അറിയത്തില്ലയോ? എന്ന് ഞാനാണോ? ദിവസം പോലും അറിയത്തില്ല. ഒരു ഫോൺ കൈ വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചയാണോ ആരാധന ഉണ്ടോ ഒന്നും അറിയണ്ട. ഈ ഫോൺ എടുത്ത് കളയാച്ചാ. എന്റെ പൊന്നെ എന്തോരം കാര്യങ്ങൾ ഈ കൊണ്ടാതെ നീ നിന്റെ കണ്ടുപോയി അങ്ങോട്ട്. സമയമായി 8 മണിയാകുമ്പോ ആരാധന തുടങ്ങത്തില്ലയോ? എടി എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് എനിക്ക് മേലെ വരാൻ ഇന്ന് ഞാൻ സൺഡേ ഞാൻ വരുന്നില്ല. ആരാധനയ്ക്ക് പോകണം. ഞായറാഴ്ച 8 മണിയാകുമ്പോ ആരാധന തുടങ്ങും. ആരാധനയ്ക്ക് ചെന്നില്ലെങ്കിൽ വെറുതെയാണ് അവിടെ ഇരിക്കുന്നത്. എന്റെ ഞാൻ ഇന്ന് വരുന്നില്ലെന്ന് എനിക്ക് വയ്യെന്ന് എനിക്ക്
കൊറേ ജോലി അല്ലാതെ ഉള്ളതാ. അച്ചായ, എന്നോട് എന്തോ ആൾക്കാർ എന്നെ വിളിക്കുമെന്ന് അറിയാമോ? അച്ചായന് പ്രാർത്ഥനയ്ക്ക് പോകാൻ മാത്രം സമയമില്ല. ഫോണിൽ കുത്തിയിരിക്കാൻ പിന്നെ ഫോണും കൊണ്ട് ബാത്റൂമിൽ പോയി 500 ഉളവിരിക്കും. ആരാധനയ്ക്ക് വരാൻ സമയമില്ല, ജോലിക്ക് പോകാൻ സമയമുണ്ട്. ഇത് എന്ത് അച്ചായത്? നീ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ കണ്ടു? അച്ചായ ഞാനൊന്നും കാണാറില്ല. എടി നീ ഈ വീഡിയോ അത് ഞാനൊന്നും കാണാറില്ല അച്ചായ. ഒരു വിശ്വാസക്കാരിയാന്ന് സമയമായി വരുന്നില്ല അച്ചായ. പ്രാർത്ഥനക്കാരിയാന്ന് പറഞ്ഞിട്ട് അതൊക്കെ കണ്ടോണ്ട് പറഞ്ഞു എന്തുവാ ഇപ്പൊ കുഴപ്പമാണ്ട്. ഇതൊന്നും കാണാൻ ദൈവം ഇതൊന്നും അനുവദിക്കരുത്. ഇങ്ങനെയുള്ള സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ പോകാൻ എനിക്ക് വേണോ? എന്റെ അച്ഛ കേക്ക് ഇതിലെന്തോരം ദൈവദാസന്മാരുടെ പ്രസംഗം ശുശ്രൂഷ എന്തോരം കൊണ്ടോട്ടെന്നറിയാവോ? ഈ യൂട്യൂബിലൊക്കെ എന്തോരം ഉണ്ട്. അതൊക്കെ കണ്ട് വീട്ടിലിരുന്ന് ആയാലും പ്രാർത്ഥിച്ചാലും ദൈവം ഇതെല്ലാം കേൾക്കും. ദൈവത്തിന് എന്താ ചെവിയില്ലേ? എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും കേട്ടൂടെ? ദൈവത്തിന് ചെവിയൊക്കെ ഉണ്ട്. പക്ഷെ ഞായറാഴ്ച ആരാധന സമയത്ത് സഭയിൽ ചെല്ലണം. എന്റെ ഏൽസയെ ഞാൻ ഈ കൊച്ചുമണി കാലത്തൊക്കെ എഴുന്നേറ്റ് ഒന്നാമത് ആ മാസം കയറി വന്നപ്പോൾ 8 മണി കൊണ്ട് ആരാധന വെച്ച് രാവിലെ പല്ലേക്കാൻ പോലും സമയമില്ല, കുളിക്കാൻ സമയമില്ല. വേഗം നിറങ്ങും അങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കും. അച്ഛൻ 8 മണിയാകുമ്പോ ഒരു കല്യാണത്തിന് പോകണം, അച്ഛനോട് ടൂർ പോകണം. അച്ഛൻ 8 മണിയാകുമ്പോ പോകത്തില്ലയോ? അത് പിന്നെ അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളല്ലേ, അതൊക്കെ മാറ്റി ആരാധന. എനിക്ക് പുള്ളിയുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുള്ളിയോട് ഓരോ വചനം പറയണ്ട എന്റെ അടുത്ത് വരും. അവിടെ പോയത് ഇവിടെ പോയത് അത് ഇത് എന്നും പറഞ്ഞിട്ട് എന്റെ അന്നത്തെ മൂടങ്ങ്. പിന്നെ ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ എനിക്ക് വേല. പോരാത്തതിന് പെണ്ണുങ്ങളെല്ലാം കൂടി കയറി ഇന്നോട് കയ്യടി ആരാധന എന്തോ ചെല്ലുതലകത്തില്ല. പ്രസംഗത്തിനെങ്കിലും ഒന്ന് ഉറങ്ങാന്ന് കരുതുമ്പോ അപ്പോഴും തുടങ്ങും. എനിക്കൊന്നും മേലെ നീ എന്നെ വിളിക്കല്ലേ, നീ ഒരു കാര്യം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. നീ ഇന്നത്തെ പ്രസംഗത്തിന്റെ മെസ്സേജ് പാസ്റ്ററോട് പറയും ഫോണിൽ ഒന്ന് റെക്കോർഡ് ഫോണിൽ റെക്കോർഡ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാല് സൗകര്യം പോലെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ രാത്രി കിടക്കാൻ നേരത്തെ ഇരുന്ന് കണ്ടോണ്ട് കിടക്കാം. അതാവുമ്പോ സുഖമായിട്ട് ഉറങ്ങാം. ഒരു കാര്യത്തിന് നമസ്കരിക്കാം. നിനക്കൊക്കെ വീടിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ കിടന്ന് ഓടുകയൊക്കെ ചെയ്യുന്നത്. ഒരു കാര്യം എനിക്കൊരു സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം പറയാം. നീ എന്ത് സമ്മതിക്കുമെന്ന് ആർക്കറിയാം. ഹലോ പ്രൈസിലോ ഞാന് പ്രൈസിലോ പിന്നെ എനിക്കാണെങ്കിലേ ഇന്ന് സഭായോഗത്തിന് വരാൻ എനിക്ക് മേല കേട്ടോ. എന്താ വിഷയം എന്ന് വെച്ചാ എനിക്കന്ന് ഭയങ്കര കാലിലൊരു മുഖക്കുരു വന്നത് പോലെ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് ഭാഷണ പ്രസംഗമോ ആരാധന ശുശ്രൂഷയൊക്കെ കാണാതിരിക്കാൻ മേല. എന്നാലും കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച ആ ഒരു വാക്യമൊക്കെ ഇല്ലയോ? ഏത് വാക്യം? യേശു കർത്താവിന്റെ ഒരുപാട് വാക്യങ്ങളൊക്കെ പാസ്റ്റർ എന്നും പ്രസംഗിക്കുന്നേക്കല്ലേ. എന്റെ നെഞ്ചിലോട്ട് അങ്ങ് തറച്ചു ഞാൻ ചിന്തിക്കും പാസ്റ്റർ എന്നാലും എനിക്കത് പക്ഷെ വരാൻ ഇന്ന് എനിക്ക് ഒട്ടും ഒന്നും വേണ്ട. കാലത്ത് ഇങ്ങനെ വയ്യോ പറയുമ്പോ കാലിങ്ങനെ കോച്ചി പിടിക്കുക. ശരി പാസ്റ്റർ എന്നാൽ ഞാൻ അങ്ങ് വെച്ചേക്കുവാ. ഇത്രയേ ഉള്ളു കാര്യം, സിമ്പിൾ. എന്നാ ഞങ്ങൾ ആരാധനയ്ക്ക് പോകും. നീ എന്തെങ്കിലും കഴിക്കാൻ വല്ലതും ഉണ്ടാക്കിട്ട് പോലും അറിയത്തില്ലയോ? എന്തുവാ ഞായറാഴ്ച ഇവിടെ എല്ലാരും ഉപവാസം. അച്ഛന് കസാല ഇരുന്നു അന്നാലെങ്കിലും ദൈവത്തിന് വിശക്ക് പോകുമ്പോഴെങ്കിലും ദൈവത്തെ വിളിക്കുമല്ലോ. അപ്പൊ അച്ഛനും ഇവിടെ ഞാൻ പോയിച്ചോട്ടെ, ഞാൻ ആരാധനയ്ക്ക് പണി തരുവാണോ? അല്ലെങ്കിൽ ഞാൻ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്ത് മന്തി വാങ്ങിക്കും കേട്ടോ. ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കത്തില്ല. വീട്ടിലിരുന്ന് ഒരു 2 മണിക്കൂർ കിടന്ന് ഉറങ്ങി മന്തിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങാനും ഇരുന്ന് പ്രാർത്ഥിക്കാം.
പൊന്നു മാഷേ, ഉള്ള കാര്യം പറയാലോ. തുടങ്ങി.